ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർലി കരിയറിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്തേക്ക് വിളിച്ചിട്ടുള്ള വിവിധ നോട്ടിഫിക്കേഷനുകളെ പറ്റിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അന്നേരം തന്നെ മെസ്സേജായി ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഇത് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് വിളിച്ചിരിക്കുന്ന വിവിധ നോട്ടിഫിക്കേഷനുകളെ പറ്റിയാണ്. ഈ നോട്ടിഫിക്കേഷനുകൾ എന്ന് വെച്ചാൽ ഓരോ കോൺട്രാക്ട് ബേസിലുള്ള അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളും ടെൻഡറുകളും പറ്റിയാണ് പറയുന്നത്. വിവിധ ഒഴിവുകളും അതിനെ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയുള്ള ടെൻഡർ ആപ്ലിക്കേഷൻസുകളുമുണ്ട്. അപ്പൊ ടെൻഡറുകളും ഒഴിവുകളെയും പറ്റി ഞാൻ ഒരൊറ്റ വീഡിയോയിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ആരും വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കളയാതെ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ വീഡിയോസ് കേൾക്കുക. എന്നാൽ മാത്രമേ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യം ഞാൻ പറയുന്നത് കോൺട്രാക്ട് അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനം നടത്തുന്ന പോസ്റ്റുകളെ പറ്റിയാണ്. പോസ്റ്റുകളുടെ പേര് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, കണ്ടന്റ് റൈറ്റർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, സെക്ഷൻ ഓഫീസർ, ഡേറ്റ അനലിറ്റിസ്റ്റ്, PRO, ലീഗൽ കൺസൾട്ടന്റ്, അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റൂവാർഡ്, ഓഫീസ് അറ്റൻഡന്റ്, ഹൗസ് കീപ്പർ, ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഓരോ തസ്തികയ്ക്കും വേണ്ട യോഗ്യതകളാണ് ഈ പറയുന്നത്. പ്രൊഫസറിന് UGC നിയമിച്ച യോഗ്യതകളാണ്. തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. അസിസ്റ്റന്റ് പ്രൊഫസറിന് UGC നിശ്ചയിച്ചിട്ടുള്ള യോഗ്യത തന്നെയാണ്. അതിന്റെയും തിരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ ആണ്. കണ്ടന്റ് റൈറ്റർ വിരമിച്ച സർവകലാശാല കോളേജ് അധ്യാപകർ അല്ലെങ്കിൽ PGയും നെറ്റും PhD ഉള്ള ബിരുദധാരികൾ. കണ്ടന്റ് റൈറ്റർ വിരമിച്ച സർവകലാശാല കോളേജ് അധ്യാപകരായിരിക്കും. അവരല്ല എന്നുണ്ടെങ്കിൽ PGയും നെറ്റും PhD ഉള്ള ബിരുദധാരികൾ, ബിരുദധാരികളായിരിക്കണം. അല്ലെങ്കിൽ അതുകൂടാതെ കണ്ടന്റ് എഴുതുന്നതിൽ പ്രാഗൽഭ്യം ഉണ്ടാവണം. കമ്പ്യൂട്ടറും അറിഞ്ഞിരിക്കണം. പ്രായോഗിക പരിശോധനയും ഇന്റർവ്യൂവുമാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് രീതി. അടുത്തത് ജോയിന്റ് രജിസ്ട്രാർ, ജോയിന്റ് സെക്രട്ടറി, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥരും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരും ആയിരിക്കണം. അവരുടെയും തെരഞ്ഞെടുപ്പ് രീതി ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. അടുത്ത ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഡെപ്യൂട്ടി സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥർ. കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യാവശ്യമാണ്. അതിന്റെ ഇന്റർവ്യൂ ആണ് തിരഞ്ഞെടുക്കുന്ന രീതി. അസിസ്റ്റന്റ് രജിസ്ട്രാർ, അണ്ടർ സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥർ. കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂ ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അടുത്തത് സെക്ഷൻ ഓഫീസർ. സർക്കാർ വകുപ്പിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സൂപ്രണ്ട് പദവിയിൽ താഴെയല്ലാത്തോ വിരമിച്ച ഉദ്യോഗസ്ഥരായിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. ഇന്റർവ്യൂ ആണ് അതിനെ തിരഞ്ഞെടുക്കുന്ന രീതി. ഡാറ്റ അനലിറ്റിസ്റ്റ്, BA, BSc, BCom ഇതിന്റെ കൂട്ടത്തിൽ കമ്പ്യൂട്ടർ ഡിപ്ലോമ, അതുകൂടാതെ MS ഓഫീസ്, ഗൂഗിൾ സ്റ്റുഡിയോ, ഫോട്ടോഷോപ്പ് എന്നിവയും അറിഞ്ഞിരിക്കണം. പ്രായോഗിക പരീക്ഷയും ഇന്റർവ്യൂവുമാണ് തിരഞ്ഞെടുക്കുന്ന രീതി. അടുത്ത PRO, ബിരുദാന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, പബ്ലിക് റിലേഷൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ജേർണലിസത്തിൽ ഡിപ്ലോമയോ ബിരുദവോ അഭിലഷണീയം. ജേർണലിസത്തിൽ ഡിപ്ലോമയോ ബിരുദവോ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ബിരുദാന്തര ബിരുദമോ കമ്പ്യൂട്ടർ പരിജ്ഞാനവും പബ്ലിക് റിലേഷൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അതിന്റെയും ഇന്റർവ്യൂ ആണ് തിരഞ്ഞെടുക്കുന്ന രീതി. അടുത്ത ലീഗൽ കൺസൾട്ടന്റ്,
നിയമത്തിൽ ബിരുദവും ഉള്ളതും നിയമവകുപ്പിലോ തത്തുല്യ സ്ഥാപനങ്ങളിലോ സൂപ്പർവൈസറി തസ്തികയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും വിരമിച്ച ഉദ്യോഗസ്ഥർ സർവകലാശാല നിയമങ്ങളിൽ അറിവ് ഉണ്ടായിരിക്കണം വേണം. ഇന്റർവ്യൂ ആണ് ഇതിന് തിരഞ്ഞെടുക്കുന്ന രീതി. അടുത്ത അസിസ്റ്റന്റ്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും അത്യാവശ്യമാണ്. ഇതിന്റെ തിരഞ്ഞെടുക്കുന്ന രീതി പ്രായോഗിക പരീക്ഷയും ഇന്റർവ്യൂവും ഉണ്ട്. അടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. ബിരുദവും KGT ലോവർ അല്ലെങ്കിൽ ഹയർ പാസ് ആയിരിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും അത്യാവശ്യമാണ്. പ്രായോഗിക പരീക്ഷയും ഇന്റർവ്യൂ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത സ്റ്റൂവാർഡ് ആണ്. ഇത് പ്രവൃത്തി പരിചയം മാത്രം മതി. ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. അടുത്ത ഓഫീസ് അറ്റൻഡന്റ്. +2 പാസ് ആയിരിക്കണം. ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഹൗസ് കീപ്പർ. പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂ മാത്രം ഉള്ളൂ. ഡ്രൈവർ LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിളോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വാഹനങ്ങൾ ഓടിക്കുവാൻ സാധുവായ ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂ ആണ് തിരഞ്ഞെടുക്കുന്ന രീതി. ഇത്രയാണ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളത്. ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് വെച്ചാൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഓൺലൈനായി ജനുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാതൃക ഫോമിന്റെ ഒരു മാതൃക അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ജനുവരി 5-ന് വൈകിട്ട് മുമ്പായിട്ട് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ പോസ്റ്റ് അയക്കേണ്ടത് രജിസ്ട്രാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം 691601 വിലാസത്തിൽ തപാൽ മാർഗമോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് career@srinarayanaguru.ou.edu.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കേണ്ടതാണ്. അയക്കുന്നതിന്റെ കൂട്ടത്തിൽ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിന്റെ എല്ലാം കോപ്പിയും OBCയോ SCയോ ST ഒക്കെ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സോ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൂടാതെ ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് തസ്തികയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ്, മലയാളം, അറബിക്ക്, സംസ്കൃതം, ഹിന്ദി, ഉറുദു, ഹിസ്റ്ററി, എക്കോണമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജേർണലിസം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, കൊമേഴ്സ് മാനേജ്മെന്റ്, ആന്ത്രോപോളജി, ഗണിതം, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ യോഗ്യതയുള്ളവരെയും അപേക്ഷ വിളിക്കുന്നു. ഇതിന്റെ പ്രായപരിധി 2021 ജനുവരി 1-ന് 45 വയസ്സ് കവിയാൻ പാടില്ലാത്തതാണ്. ഇത്രയുമാണ് അവിടുത്തെ ഒഴിവുകൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് അവിടെ വിളിച്ചിട്ടുള്ള ഇതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ആപ്ലിക്കേഷൻ ഫോം. ഈ ഫോം ഇതിന്റെ സൈറ്റിൽ കിടപ്പുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് സ്കാൻ ചെയ്ത് മറ്റുള്ള ഡോക്യുമെന്റ്സോടെ വെച്ച് ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും കോപ്പികൾ സഹിതം പോസ്റ്റ് വഴി തപാൽ മാർഗമോ അയച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വിളിച്ചുള്ള ടെൻഡറുകളാണ്. ടെൻഡർ എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ആവശ്യത്തിനായി 2 വർഷത്തിലധികം പഴക്കമില്ലാത്ത 7 സീറ്റുള്ള വണ്ടികൾ, അതായത് ഇനോവ, ഹോണ്ടോ അമേസ്, സ്വിഫ്റ്റ് ഡിസയർ കാറുകൾ പ്രതിമാസ വാടക വ്യവസ്ഥയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. താല്പര്യമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ സീൽഡ് ടെൻഡറുകൾ 29/12/2020 തീയതിക്ക് മുമ്പായി സർവകലാശാല ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖാനയോ സമർപ്പിക്കേണ്ടതാണ്. ഇനോവയോ ഹോണ്ട അമേസോ സ്വിഫ്റ്റ് ഡിസയറോ കാറുകളുള്ളവർ ടെൻഡർ സീൽ ചെയ്ത ടെൻഡറുകൾ ഉൾപ്പെടെ 29/12/2020 മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി അഡ്രസ്സിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ തപാൽ മാർഗമോ അയച്ചു കൊടുക്കുക. ടെൻഡറുകൾ 31/12/2020 വൈകിട്ട് 4 മണിക്കാണ് തുറക്കുന്നത്. അതിന്റെ നിബന്ധനകളാണ് ഇനി പറയുന്നത്. പ്രതിമാസം കുറഞ്ഞത് 2000 കിലോമീറ്റർ ഓടുന്നതിനുള്ള നിരക്ക് രേഖപ്പെടുത്തിയ കൊട്ടേഷനാണ് സമർപ്പിക്കേണ്ടത്. പ്രവൃത്തി സമയം രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. വാടക പ്രതിമാസ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത മാസമായിരിക്കും നൽകുക. നാലാമത്തത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വാഹനം പരമാവധി 1 മാസത്തേക്കാണ് വാടകയ്ക്ക് എടുക്കുന്നതാണ്. എന്നാൽ അതിനകത്ത് ഭേദഗതി വരുത്തിക്കൊണ്ട് വേറെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇതാണ്, വാഹനം പരമാവധി 1 വർഷത്തേക്കാണ് വാടകയ്ക്ക് എടുക്കുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള കിലോമീറ്റർ നിരക്ക് അനുസരിച്ചുള്ള കൊട്ടേഷനാണ് സമർപ്പിക്കേണ്ടത്. മറ്റ് നിബന്ധനകളും വ്യവസ്ഥകളും കരാർ ഉറപ്പിക്കുന്ന സമയത്ത് മാത്രമേ അവർ അറിയിക്കുകയുള്ളൂ.
അതാണ് 4ാമത്തെ നിബന്ധന മാറ്റിയിട്ടുള്ളത്. അടുത്ത 5ാമത്തെ നിബന്ധന വാഹനം 2 വർഷത്തിൽ കുറവ് പഴക്കമുള്ളതും നല്ല റണ്ണിംഗ് കണ്ടീഷൻ ഉള്ള വാഹനത്തിന് നിയമപരമായ ആവശ്യമായ സാധുവായ എല്ലാ റെക്കോർഡുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. കൊട്ടേഷനോടൊപ്പം മേൽരേഖകളുടെ ഗസറ്റർ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സമർപ്പിക്കേണ്ടതും വാഹനവും ഡ്രൈവറും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രവും നൽകേണ്ടതാണ്. അടുത്ത നിബന്ധന വെച്ചാൽ രജിസ്ട്രാർക്ക് ഏത് കൊട്ടേഷനും കാരണം കൂടാതെ നിരുപാധികം നിരസിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. വാഹനത്തിന് കരാർ ലഭിക്കുന്നയാൾ 200 രൂപ മുദ്രപത്രത്തിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കേണ്ടതാണ്. കരാർ ഏത് സമയത്തും പരസ്പര സമ്മതത്തോടെ അവസാനിപ്പിക്കുന്നതാണ്. ഇതാണ് ടെൻഡർ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് 28/12/2020 മുമ്പായിട്ട് ഇതിന്റെ ഓഫീസിൽ ടെൻഡർ സീൽ ചെയ്ത ടെൻഡർ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 31/12/2020 വൈകിട്ട് 4 മണിക്കാണ് ടെൻഡർ ഓപ്പൺ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ നോട്ടിഫിക്കേഷനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ രണ്ടാമത് പറഞ്ഞ ടെൻഡറിനകത്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിന്റെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെയുണ്ട്. ശ്രീനാരായണ ഗുരു ou.edu.in എന്നുള്ളതാണ് സൈറ്റ്. വിശദമായിട്ട് തന്നെ ഞാൻ ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡൗട്ട് ഉള്ളവർ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കമന്റ് ബോക്സിൽ വരുന്ന ഡൗട്ടുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മറുപടി ലഭിക്കുന്നതാണ്. വേക്കൻസികളുടെ ലിസ്റ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, കണ്ടന്റ് റൈറ്റർ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, സെക്ഷൻ ഓഫീസർ, ഡാറ്റ അനലിറ്റിക്സ്, PRO, ലീഗൽ കൺസൾട്ടന്റ്, അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സ്റ്റൂവാർഡ്, ഓഫീസ് അറ്റൻഡന്റ്, ഹൗസ് കീപ്പർ, ഡ്രൈവർ എന്നീ തസ്തികയിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് ഉള്ളവർ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക.